മരീചികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ കടം കൊടുക്കുക, വാങ്ങുക, ഇതൊക്കെ സാധാരണമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കൊടുക്കൽ വാങ്ങലുകൾ. പണ്ടുള്ളവർ പറയും, പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്ന് പറയും. എന്നുവെച്ചാൽ അർഹതപ്പെട്ടവന് മാത്രമേ കൊടുക്കാവുള്ളൂ. പുണ്യാത്മാക്കൾക്ക് ശ്രേഷ്ഠരായിട്ടുള്ള കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് ആ പുണ്യം നമ്മളിലേക്ക് വന്നു ചേരും. അതായത് പാപിക്ക് എന്തെങ്കിലും കൊടുത്താൽ പാപത്തിന്റെ ഭാരവും നമുക്ക് വന്നു ചേരും. കാരണം മറ്റൊരാളിൽ നിന്ന് ദക്ഷിണ വാങ്ങുക, അല്ലെങ്കിൽ ഒരു സംഗതി സ്വീകരിക്കുമ്പോൾ അതിനോടുകൂടി തന്നെ അവന്റെ പാപവും നമ്മളിലേക്ക് വരും. അത് നമ്മൾ ജപ, പൂജ, പ്രാർത്ഥന മുതലായവ കൊണ്ടാണ് നമ്മളിൽ നിന്നത് വിശേഷം മാറിപ്പോവുകയുള്ളൂ. പണ്ട് കാലത്ത് ബ്രാഹ്മണർ മുതലായിട്ടുള്ളൊരു പശു, സ്ഥലം മുതലായവയൊക്കെ ദാനം വാങ്ങും. പിന്നീട് ജപഹോമാദികളോ പൂജാതി കർമ്മങ്ങളോ ഒന്നും തന്നെ ചെയ്യാതെ ഇല്ലങ്ങളൊക്കെ വളരെ ക്ഷയിച്ചു പോയി. ഇല്ലങ്ങളിപ്പോ ഇല്ല. ബ്രാഹ്മൺസൊക്കെ ആ പണി നിർത്തിയിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയി. വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ. അല്ലാത്ത ആൾക്കാരെല്ലാം ബ്രാഹ്മണ വേഷം ചമഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഇവിടെ ഇത് പറയാൻ കാരണം, നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. പോത്തങ്കോട് ആശ്രമത്തിൽ ഞാൻ ചെന്നപ്പോൾ അനാഥർക്ക് വേണ്ടി ആശ്രമം ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് ദൈവനിശ്ചയമാണ്. അവരെ നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല. വരാനുള്ളവരെ ഇവിടെ വന്നു ചേരും. നമ്മൾ അവർക്ക് സംരക്ഷിക്കേണ്ട സാഹചര്യം ഇല്ല. അവരെ അത് ദൈവനിശ്ചയമാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരാൾക്ക് പണം കടം കൊടുത്തു നോക്കും. ആ പണം കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടുന്ന കാലത്തോളം നിങ്ങളുടെ കഷ്ടകാലം നിങ്ങളിൽ തന്നെ ഇരിക്കും. ആ പണം കൊടുത്ത് നമ്മൾ വാങ്ങിയത് അയാളുടെ കഷ്ടതയാണ് അയാൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാളുടെ ബുദ്ധിമുട്ട് മാറി, അയാളുടെ സന്തോഷമായി. പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകുന്ന നമുക്കാണ്. പണമാണെങ്കിലും സ്വർണമാണെങ്കിലും നമ്മളത് കൊടുക്കുമ്പോൾ അയാൾ അതേപോലെ വിഷമിച്ച് നടക്കുന്നതുകൊണ്ടാണ്. ആ വിഷമാവസ്ഥയിലുള്ളവനെ അത് കൊടുത്തു കഴിയുമ്പോൾ അവനെ വിഷമം മാറി, പിന്നെ ആ വിഷമം അങ്ങോട്ട് പോകും, നമ്മളിലേക്ക് വന്നു ചെയ്യും. തുണി കഴുകുമ്പോൾ തുണി വെളുക്കും, പക്ഷെ തുണി വെളുക്കുവാൻ കാരണഭൂതനായ വെള്ളം അഴുക്കാവും. മനസ്സിലായല്ലോ? അതിനാൽ കൊടുക്കുകയും വേണ്ട, വാങ്ങുകയും വേണ്ട. വാങ്ങാതിരിക്കണമെങ്കിൽ സ്വയത്തമായിട്ട് സമ്പാദിച്ച് അധ്വാനിച്ച് ജീവിക്കുക, ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. കൊടുക്കാൻ ഉണ്ടാകുന്ന ദോഷം, ആ ബന്ധത്തിന് വിള്ളൽ വീഴും. ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളവർ അവരുടെ അനുഭവങ്ങളെ കുറിച്ച് നോക്കൂ. വളരെ ശരി തന്നെയാണ്, അല്ലേ? മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.